ബോസ് മലയാളം സീസൺ 7 ഇന്നലെ വന്ന ഒരു പ്രൊമോയിൽ ഇന്ന് മസ്താനിക്ക് ലാലേട്ടൻ ശിക്ഷ വിധിക്കാൻ പോകുന്നതായിട്ട് പറയുന്നത് കാണുന്നുണ്ട്. എന്താണ് മസ്താനിയുടെ പ്രശ്നം? മസ്താനി അവിടെ വന്ന് ബാഡ് വേർഡ്സ് യൂസ് ചെയ്തു. റെനയുടെ കാര്യം എടുത്തിട്ടു, റെനയുടെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം അവിടെ എടുത്തിട്ടു. ഭക്ഷണം കഴിക്കുവാൻ നാക്കിന് നല്ല നീളമാണ്, എന്നാൽ ആ പാത്രം കഴുകി വെക്കുവാൻ ഇത് കാണുന്നില്ല. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഷൈത്തിയും അക്ബറും കൂടി മസ്താനിക്കെതിരെ ആരോപിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ പുറത്തെ കാര്യങ്ങൾ വന്ന് അകത്ത് കാര്യമായിട്ട് വിളമ്പിക്കൊടുത്തു എന്നുള്ള ഒരു പ്രധാന കംപ്ലൈന്റ് അത് പല ആവർത്തി ബിഗ് ബോസ് മസ്താനിയോട് കഴിഞ്ഞ ആഴ്ചകളിൽ സൂചിപ്പിച്ചുകൊണ്ടേയിരുന്നു. പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന്. എങ്കിലും മസ്താനി അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിലെല്ലാം ഉപരിയായിട്ട് മസ്താനി അവിടെ തെറി പറഞ്ഞു എന്നുള്ളൊരു ആരോപണം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം അപ്പാനി പുറത്തേക്ക് പോകുന്ന സമയത്ത് മസ്താനി മാത്രമാണ് അവിടെ ആഘോഷിച്ചത്. മസ്താനി ക്യാമറയുടെ മുൻപിൽ വന്നിട്ട് പ്രേക്ഷകരോട് നന്ദി പറയുകയായിരുന്നു അപ്പാനിയെ പുറത്തേക്ക് വിട്ടതിന്. കാരണം അയാൾ ഇവിടെ തുടരുവാൻ യാതൊരു യോഗ്യതയുമുള്ളൊരു കണ്ടസ്റ്റന്റ് അല്ല. അത്രമാത്രം മോശം വാക്കുകളാണ് അയാൾ ഉപയോഗിച്ചത് എന്ന് പറയുന്നുണ്ട്. ആ മസ്താനിയോടാണ് എപ്പിസോഡിന്റെ അവസാനത്തിൽ ലാലേട്ടൻ പറയുന്നത് നാളെ മസ്താനിക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. പ്രൊമോ വന്നപ്പോൾ മസ്താനിക്ക് ശിക്ഷ വിധിക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ കേൾക്കുകയും ചെയ്തു. എന്തായിരുന്നു വാസ്തവത്തിൽ മസ്താനിയുടെ ഗെയിം പ്ലാൻ? മറ്റുള്ള വൈൽഡ് കാർഡിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് മസ്താനി അവിടെയുള്ള ഓരോ മത്സരാർത്ഥികളെയും സമീപിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് മസ്താനി അങ്ങനെ ചെയ്തത്? ഒരു നല്ല പ്ലെയറാണ്, നന്നായിട്ട് ഗെയിം കളിക്കുവാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. എതിരാളിയെ അടിച്ചു വീഴ്ത്തുവാനുള്ള ഗട്ട്സ് നല്ല രീതിയിൽ മസ്താനിയിലുണ്ട്. അതുകൊണ്ട് തന്നെ മസ്താനിയുടെ ഗെയിം പ്ലാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതിലേക്കായിരുന്നു. പ്രേക്ഷകർ നിരന്തരമായി ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയേ മതിയാവൂ. അല്ലാതെ അവിടെ പോയി നല്ല പിള്ള ചമഞ്ഞത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. കാര്യമായ വിവാദം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റ് ചെയ്യണം, തെറ്റുകൾ പറയണം. അങ്ങനെ സംഭവിക്കുമ്പോൾ മസ്താനിക്കെതിരായിട്ട് ബിഗ് ബോസ് നടപടിയെടുക്കുവാൻ തയ്യാറാകും. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് വാരി അലക്കും. ഇതെല്ലാം ആഗ്രഹിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മസ്താനി ഇങ്ങനെ ഒരു ഗെയിം പ്ലാനുമായിട്ട് അവിടെ എത്തുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു തെറി പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ കാര്യമായിട്ടൊരു വിവാദം അവിടെ പൊട്ടിച്ചത് കൊണ്ടോ ഒന്നും അവിടുന്ന് പിടിച്ച് പുറത്താക്കുകയൊന്നുമില്ല. മാത്രവുമല്ല, ബിഗ് ബോസിനെ അനുസരിക്കുന്നില്ല എന്നൊരു കംപ്ലൈന്റ് മസ്താനിയുടെ മേൽ വന്നിട്ടുണ്ട്. അത് ബോധപൂർവ്വം താൻ സൃഷ്ടിച്ചെടുത്തത് തന്നെയാണ്. പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല എന്നറിയാം. പല ആവർത്തി അത് വിലക്കുകയും ചെയ്തു. എന്നിട്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരുന്നത് വിവാദമുണ്ടാക്കുവാനും ജനശ്രദ്ധ പിടിച്ചു പറ്റുവാനുമല്ലാതെ പിന്നെ അവിടുത്തെ മത്സരാർത്ഥികളോടുള്ള സ്നേഹം കൊണ്ടാണോ? പുറത്ത് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയുന്നത്, പുറത്ത് നിങ്ങൾക്ക് മാസ് സപ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവാ, ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് മസ്താനിക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് പറയുന്നതിൽ കൂടി സംഭവിക്കുന്ന ഒരു കാര്യം, മസ്താനിക്ക് കാര്യമായിട്ട് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുവാൻ പറ്റും. മസ്താനി ചർച്ച ചെയ്യപ്പെടും. പ്രത്യേകിച്ച് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ഉറപ്പായിട്ടും തന്നെ എടുത്ത് കൊടയും എന്ന് മസ്താനിക്ക് നന്നായിട്ടറിയാം. ആ കൊടച്ചിൽ കേൾക്കാൻ വേണ്ടി തന്നെയാണ് മസ്താനി ഇത്തരത്തിലുള്ള ഗുരുതരമായ തെറ്റുകൾ അവിടെ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഈ വരുന്ന ആഴ്ചകൾ മുതൽ മസ്താനി മര്യാദക്കാരിയായിട്ട് മാറും. നേരെ ചൊവ്വെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകും. വന്നു കയറിയ ആഴ്ച തന്നെ മസ്താനി കണ്ടമാനം ആൾക്കാരെ വെറുപ്പിച്ചു. വീട്ടിലുള്ള ഒത്തിരി ആൾക്കാരെ വെറുപ്പിച്ചു. ബിഗ് ബോസിൽ നിന്നും കാര്യമായിട്ട് ശകാരം ഏറ്റുവാങ്ങി. പ്രേക്ഷകരിലും ഒരു കൂട്ടം ആൾക്കാരെ വെറുപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആഴ്ച തന്റെ ഗെയിം സ്ട്രാറ്റജി മാറ്റും. ബിഗ് ബോസിലെ ഗെയിം കളിക്കുന്നവരുടെ പ്രത്യേകത അത് അവർക്കും അറിയാം, നമുക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരാൾ തെറ്റ് ചെയ്താൽ 1 2 അല്ലെങ്കിൽ ഒരാഴ്ചയോ നമ്മൾ അവരെ വിമർശിക്കും. പക്ഷേ അടുത്ത ആഴ്ച വരുമ്പോഴേക്കും അത് മാറും. മറ്റൊരാളായിരിക്കും ആ സ്ഥാനത്തേക്ക് വരുന്നത്. ഇതാണ് അവിടുത്തെ പ്രത്യേകത. ഇന്നലെ വരെ അവർ ചെയ്തതൊക്കെ നമ്മളങ്ങ് മറന്നു കളയും. ഒരു നന്മ അല്ലെങ്കിൽ 2 നല്ല കാര്യങ്ങൾ അവർ ചെയ്തു കഴിയുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ചെയ്ത തെറ്റുകളൊക്കെ നമ്മൾ മറക്കും, അതിനെ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ കളിയുടെ പോക്ക്. അതുകൊണ്ട് തന്നെ വന്നു കയറുമ്പോൾ തന്നെ ഒരു ഓളമുണ്ടാക്കുക, ഇളക്കമുണ്ടാക്കുക. അതുണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നന്മമരം കളിച്ചത് കൊണ്ട് ഒരിക്കലും നടക്കില്ല. നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി തെറ്റുകൾ മാത്രം ചെയ്യുക. ജനത്തിന്റെ ഹൃദയത്തിൽ ഒരു ചർച്ചയ്ക്കുള്ള സ്പേസ് കണ്ടെത്തുക. അതിനുശേഷം മര്യാദക്കാരിയായി മാറുക. പിന്നീട് നന്മമരമായി കളിക്കുക. അങ്ങനെ മുൻപോട്ട് പോയി ഒടുവിൽ ഫൈനൽ 5 എത്തുക. പറ്റിയാൽ കപ്പടിക്കുക. ഈ തന്ത്രം ബിഗ് ബോസിൽ കളിക്കുവാൻ വന്നിട്ടുള്ള നല്ല ഗെയിമേഴ്സ് പലരും അവിടെ പയറ്റിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ മസ്താനിയെ നമുക്ക് നല്ലൊരു BB മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം. വരുന്ന ദിവസങ്ങളിൽ നല്ല ഒന്നാം തരം കളി അവിടെ കാണുവാൻ സാധിക്കും. ഇപ്പോൾ പുറത്ത് കാര്യമായിട്ട് പ്രേക്ഷകർ മസ്താനിയെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മാറ്റിയെടുക്കാൻ മസ്താനിക്ക് നന്നായിട്ട് അറിയാം. മസ്താനിയുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കളിക്കാൻ തന്നെയാണ് താൻ പുറപ്പെട്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ പ്രേക്ഷക പിന്തുണ ഏറ്റവും അധികം ലഭിച്ചിരിക്കുന്ന അനുമോൾക്ക് ഒരു ചലഞ്ചായിട്ട് മസ്താനി കയറി വരാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.